അപ്പൊ നാലാമത്തെ ചാപ്റ്ററിലെ അടുത്തൊരു ടോപ്പിക്കാണ് വൈദ്യുത മോട്ടോർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ. ഈ ഇലക്ട്രിക് മോട്ടോറിൽ നമുക്ക് 4 പോയിന്റ് പഠിക്കാനുള്ളൂ. ഇനിയിപ്പോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ 5 പോയിന്റ് പഠിക്കാനുള്ളൂ. ഈ 5 പോയിന്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാല് നമുക്ക് ഈ മോട്ടോർ എന്നുള്ള മാർക്കും പോകില്ല. ഒന്നില്ലെങ്കിൽ ലൗഡ് സ്പീക്കറിനായിരിക്കും ക്വസ്റ്റ്യന്, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിനായിരിക്കും ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതന്നെ അങ്ങോട്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്താണ്ട് 4 മാർക്കിൽ ചോദിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ലൗഡ് സ്പീക്കറിനോ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിനോ നമുക്ക് പ്രതീക്ഷിക്കാം. റയർ ആയിട്ട് നമ്മൾ സോളിനോയിഡ് എന്ന് കാണാറുണ്ട്. സോളിനോയിഡിന്റെ ബേസ് ചെയ്തിട്ടും ചോദിക്കാം. അപ്പൊ നോക്കിക്കോളൂ, ഇലക്ട്രിക് മോട്ടോർ അഥവാ വൈദ്യുത മോട്ടോർ. ഈ വൈദ്യുത മോട്ടോറിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ചിത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ഈ ചിത്രം. ഈ ചിത്രം ജനറേറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. അഥവാ DC ജനറേറ്ററിൽ സ്പ്ലിറ്ററിംഗ് ആയതുകൊണ്ട് വൈദ്യുത മോട്ടോറിലും സ്പ്ലിറ്ററിംഗ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോകരുത്. ഇതാ ഈ താഴെ നോക്കുക, ബാറ്ററി ആണോ നോക്കുക. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് മോട്ടോറാണ്. അതാ നമ്മൾ കൊടുക്കുന്നത് ബാറ്ററിയാണ്. ബാറ്ററിക്ക് പകരപ്പെടല് ഗാൽവനോമീറ്റർ ആണ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഗാൽവനോമീറ്റർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജനറേറ്റർ ആയി മാറി. അപ്പൊ അത് ശ്രദ്ധിക്കുക. ചിത്രം വരുമ്പോൾ തന്നെ നോക്കുക, ചിത്രത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. ഇത്തരത്തിലൊരു ബാറ്ററി ആണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വൈദ്യുത മോട്ടോറാണ്. പക്ഷെ ആദ്യം ചിത്രം ശ്രദ്ധിക്കുക, താഴേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് വൈദ്യുത മോട്ടോറാണെന്ന് എഴുതി വെക്കുക. ഓക്കെ, ദെൻ ഇതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് ഇതിന്റെ പ്രവർത്തന തത്വം അഥവാ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിള് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അല്ലെ. മോട്ടോർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട 5 ഡിവൈസ് ആണ് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് വൈദ്യുത മോട്ടോർ, രണ്ടാമത്തത് ലൗഡ് സ്പീക്കർ, മൂന്നാമത്തത് ഗ്രൈൻഡർ, നാലാമത്തത് ഫാന്, അഞ്ചാമത്തത് മിക്സി. ഈ 5 ഉപകരണങ്ങളുടെയും പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ് അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 ഡിവൈസിന്റെയും എനർജി ചേഞ്ചും സെയിം ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു മെക്കാനിക്കൽ എനർജി അഥവാ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറും. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇതിന്റെ പ്രവർത്തന തത്വം. പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. രണ്ടാമത്തെ പോയിന്റ് ഊർജമാറ്റാണ്. ഊർജമാറ്റം വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറും. അപ്പൊ ഈ 2 കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. ഇനി മൂന്നാമതായിട്ട് ഇതിന്റെ പാർട്സുകൾ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട 3 പാർട്സ് നോക്കുള്ളൂ, 4 പാർട്സ് നോക്കുള്ളൂ. ഒന്ന് കാന്തം, ഫീൽഡ് കാന്തം അഥവാ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ ABCD എന്ന് കൊടുത്ത ആർമേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ R1 R2 സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഒരു റിംഗ് ഉണ്ടായിരുന്നു, ആ റിംഗ് സ്പ്ലിറ്റ് ചെയ്തു, അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് എന്ന് വിളിച്ചു. പിന്നെ അതേപോലെ തന്നെ B1 B2 ഗ്രാഫൈറ്റ് ബ്രഷുകൾ. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള 4ാമത്തെ പോയിന്റ്, എക്സാമിന് ഇലക്ട്രിക് മോട്ടോറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ദ സ്പ്ലിറ്ററിംഗ് ഈസ് കോൾഡ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്ററിംഗുകളെ എന്തുകൊണ്ടാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോ ഒറ്റ പോയിന്റ് പഠിച്ചേക്കുക, ദ സ്പ്ലിറ്ററിംഗ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് for an every half rotation of the armature. ഈ ആർമേച്ചർ, ഇതിലുള്ള ഈ ആർമേച്ചർ ഇങ്ങനെ ഹാഫ് റൊട്ടേഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ഹാഫ് റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്പ്ലിറ്ററിങ്ങുകളാണ്. അതുകൊണ്ട് ഈ സ്പ്ലിറ്ററിങ്ങുകളെ വിളിക്കുന്നവരാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന്. അപ്പൊ മിനിമം അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പഠിച്ചിട്ടുണ്ടത് സ്പ്ലിറ്ററിംഗ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സ്പ്ലിറ്ററിംഗ് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് വെച്ചാല് വൈദ്യുതിയുടെ ദിശ മാറ്റാൻ സഹായിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലെ. ഒന്നുകൂടി ഡീപ്പായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ദ സ്പ്ലിറ്ററിംഗ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് for an every half rotation of the armature. So this is why it is called a splittering commutator. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ എഴുതും. ഇനി ഇതില് ഒന്നുകൂടി ഡീപ്പായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചറിന്റെ ഒക്കെ റൊട്ടേഷൻ ചോദിക്കും. ആർമേച്ചർ ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ റൊട്ടേറ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അതിന് പ്ലംബിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഇതായി മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറന്റിന്റെ ഡയറക്ഷൻ, ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ ഓഫ് ദി കണ്ടക്ടർ എന്നുള്ള ഈ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കണ്ടക്ടറിന്റെ ഈ ഒരു ആർമേച്ചറിന്റെ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം എങ്ങനെ നോക്കി വെച്ചാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ മാർക്ക് ചെയ്യുക.
ഈ പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പൊ പോസിറ്റീവ് എന്നാണ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആരന്മാർക്ക് ഇടുക ഇങ്ങനെ കയറും, ഇങ്ങനെ കയറുക, ഇങ്ങനെ പോവാ. അപ്പൊ ഈ ആർമേച്ചർ ഇങ്ങനെ കറങ്ങുമോ അതോ ഇങ്ങനെ കറങ്ങുമോ നോക്കാനാണ് നമ്മൾ പോണത്. ആദ്യം നോർത്ത് ടു സൗത്തിന് പിടിക്കുക. ഫോർ ഫിംഗർ അഥവാ ചൂണ്ടുവിരല് കാന്തിക മണ്ഡലത്തിന്റെ ദിശയിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പിടിക്കുക. വൈദ്യുതി ഒഴുകുന്നത് മേലേക്കായിരുന്നു, മേലേക്ക് പിടിക്കുക. ഇങ്ങനെ മേലേക്ക് പിടിക്കുന്ന സമയത്ത് നടുവിരല് അഥവാ മിഡിൽ ഫിംഗർ നമ്മൾ മുകളിലേക്ക് പിടിക്കുക. കാരണം ഡയറക്ഷൻ മുകൾക്കാണല്ലോ, അപ്പൊ മുകളിലേക്ക് പിടിക്കുക. ഫോർ ഫിംഗർ നോർത്ത് ടു സൗത്ത്, കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് പിടിക്കുമ്പോ തമ്പ് നിൽക്കുന്നത് ഉള്ളിലേക്കാണ്. അപ്പൊ അത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതിന്റെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം പോയിന്റുകളാണ് ഇലക്ട്രിക് മോട്ടോറിൽ പഠിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 5 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം കണ്ട് മനസ്സിലാക്കുക, ഇതിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് മനസ്സിലാക്കുക. പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. ഊർജ്ജമാറ്റം പഠിക്കുക, പാർട്സ് പഠിക്കുക, അതേപോലെ തന്നെ സ്പ്ലിറ്റ് റിംഗിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗിന്റെ ധർമ്മം പഠിക്കുക. ഓക്കെ അല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കാനായിരിക്കും ചോദിക്കുക. അതും കൂടി പഠിച്ചു കഴിഞ്ഞാല് ഈ ഭാഗം കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഈ നാലാമത്തെ ചാപ്റ്റർ 6 മാർക്ക് നമുക്ക് ഇങ്ങനെ ഓരോ പോയിന്റ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും.